രാജീവ് ചന്ദ്രശേഖരനെ പുതിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, കേരളത്തിൽ പ്രത്യേകിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾക്കിടയിൽ വലിയൊരു അമർഷം ഇതിനോടകം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കും മുൻപ് ദേശീയ നേതൃത്വം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട് സംസ്ഥാന നേതാക്കളോട്. എന്തായാലും ഇന്ന് നടക്കുന്ന കൗൺസിൽ യോഗത്തിന് ശേഷമോ മാധ്യമങ്ങളെ കാണുമ്പോഴോ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ തങ്ങൾക്കുള്ള പരാതിയോ പരിഭവമോ ഒന്നും മാധ്യമങ്ങളോട് പറയാനിടയില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ആ പരാതിയും പരിഭവവും പറയാതിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ള അമർഷം, താഴെ തട്ടിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ കാലാകാലങ്ങളായി പ്രവർത്തിച്ചിരിക്കുന്ന സംസ്ഥാന നേതാക്കളെ തഴഞ്ഞുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനമായി വരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന പേര്. വിൻഷ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വലിയ വിമർശനം ഈ നേതാക്കൾക്ക് ഒക്കെ ഇന്നലെ മുതൽ തന്നെയുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കറാണ് അവതരിപ്പിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ഈ കോർ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്കുൾപ്പെടെ ഇക്കാര്യത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പരസ്യ വിമർശനത്തിലേക്കോ ഒരു യോഗത്തിൽ തന്നെ വിമർശനം ഉന്നയിക്കാനോ ആരും നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത അതൃപ്തിയും അമർഷവും ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അവരത് പരസ്യമാക്കുന്നില്ല. ഇനി ഒരു തിരിച്ചുവരവ് കുറേ കാലമായി പ്രസിഡന്റ് സ്ഥാനം മോഹിക്കുന്നവരാണ് എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ. പക്ഷേ അവർക്ക് ഇനി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതോടുകൂടി 3 വർഷക്കാലം രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക. പക്ഷേ ഇന്ന് ഇപ്പോൾ ആണ് പ്രഖ്യാപനം നടക്കുക. സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. അല്പസമയത്തിനകം 11 മണിയോടുകൂടിയാണ് കൗൺസിൽ യോഗം ആരംഭിക്കുക. ഈ കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഖ്യാപനം നടത്തുക. എന്തായാലും അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുമായി സംസാരിക്കും. ഇന്നലെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ മുൻ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നവരെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറ്റൊരു വാക്ക് പറയാൻ ഇവരാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇനി സുരേന്ദ്രൻ്റെ ഉൾപ്പെടെ ഭാവി എന്താണ് എന്ന കാര്യം ഉൾപ്പെടെ ഉള്ളവ ചർച്ചയാവും. കാരണം ദേശീയ നേതൃത്വത്തിലേക്ക് എന്തായാലും വി മുരളീധരൻ പോകുമെന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ വരാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ നേതാക്കൾ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കും എന്ന കാര്യമൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് നിലവിൽ ആകാംക്ഷ നിലനിൽക്കുന്നത്. അവർ ഈ രാജീവ് ചന്ദ്രശേഖരനുമായി ഒത്തുപോകും എന്ന് പറയുമ്പോഴും അവരുടേതായ ഗ്രൂപ്പുകൾ അവർക്കൊക്കെയുമുണ്ട്. ആ ഗ്രൂപ്പുകൾ എങ്ങനെ മുന്നോട്ട് പോകും, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരുമായി എങ്ങനെ സഹകരിച്ച് പോകുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആശങ്ക നിലവിൽ ഉണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ പെട്ടെന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ നേതാക്കൾക്കൊക്കെ ഒരു ഇരുട്ടടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഈ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നിലവിൽ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ എങ്ങനെ ഇടപെടും, ഇവർ ഒക്കെ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയൊക്കെ വരണം. അക്കാര്യത്തിലുള്ള ചർച്ചകൾ ഒക്കെ ഇനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ വലിയ തരത്തിൽ ഈ വിഭാഗീയത നിലനിന്നിരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് അതിൽ ഒരു ശക്തമായ സന്ദേശം നൽകുന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് എന്നാണ് ബി.ജെ.പി. നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കാരണം കാലങ്ങളായി വലിയ വിഭാഗീയത നിലനിൽക്കുന്ന കമ്മിറ്റിയിൽ ആ വിഭാഗീയത പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് കൊണ്ട് തന്നെ അതൊരു മെസ്സേജായി രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് ഇറക്കുന്നു. പക്ഷേ അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കേരളത്തിൽ സജീവമാകാനുള്ള എല്ലാ ഇടപെടലും നടത്തിയിരുന്നു. നേതാക്കൾ ഉൾപ്പെടെ തനിക്കൊപ്പം ചേർക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ പിന്തുണ നേടുകയും ചെയ്തു. എന്തായാലും സുരേഷ് ഗോപിക്കും ഇന്ന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ ചുമതലകൾ, പാർട്ടി ചുമതലകൾ നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും വിജയിക്കുകയും തുടർന്ന് കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്തതിനു ശേഷവും സുരേഷ് ഗോപി പക്ഷേ ഈ സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടുതൽ അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ല. സുരേഷ് ഗോപി തൻ്റെ നിലക്കുള്ള പ്രവർത്തനമാണ് നേരത്തെ നടത്തിപ്പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി എങ്ങനെ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, അച്യുതണ്ട് പാർട്ടിയെ നയിക്കും എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കൂടി പുതിയൊരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പാർട്ടി പദവിയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദമായിരിക്കും ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ലഭിക്കുക. അപ്പോൾ ശോഭാ സുരേന്ദ്രനും നിർവാഹക സമിതി, ദേശീയ നിർവാഹക സമിതി അംഗമാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ തന്നെ എം.ടി. രമേശ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ്. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന വൈസ്
പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊക്കെ പദവി നൽകും, ആരെയൊക്കെ ഏതൊക്കെ പദവിയിൽ ഇരുത്തും എന്ന കാര്യത്തിലൊക്കെ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിയെ ഒപ്പം തന്നെ കേരളത്തിൽ അധികം സജീവമാവുകയോ BJPയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകാതിരിക്കുകയോ ഒക്കെ ചെയ്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. വ്യവസായിയും അദ്ദേഹത്തിൻ്റെതായ ഇടപെടലും ഒക്കെ നടത്തി കേന്ദ്രമന്ത്രിയായ ആളാണ്. ആ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. RSSുമായി ഒരു ബന്ധവുമില്ല. നിലവിൽ ഇങ്ങനെ RSS മുന്നോട്ട് വെച്ച പേര് MT രമേശിൻ്റെതായിരുന്നു. പക്ഷേ ആ RSSൻ്റെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നത്. അതിലുള്ള അമർഷം RSSനും ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. RSSുമായി ഒരു ബന്ധമോ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇടപെടുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് RSSന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇനി RSS എങ്ങനെ BJP പ്രവർത്തനങ്ങളിൽ ഇടപെടുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതുപോലെ ഒരു മാറി നിൽക്കൽ തന്നെയാകുമോ ഉണ്ടാവുക എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതാണ്. നിലവിൽ എന്തായാലും ഈ പ്രതിസന്ധി BJPയിൽ ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, അച്യുതണ്ടിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ മറ്റ് നേതാക്കൾ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കും, ഈ അടുത്ത വർഷം ഒക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ ഇടപെടൽ എന്തായിരിക്കും, അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്ന കാര്യത്തിലൊക്കെയുള്ള ആശങ്ക അവർക്കുണ്ട്. അവർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി BJP രാഷ്ട്രീയവും ഒപ്പം തന്നെ കേരളവും ഉറ്റുനോക്കുന്നത്. വിനിഷ. വിജിൻ, രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന BJP അധ്യക്ഷനാക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇത്രയും കാലം ചെയ്ത സംസ്ഥാന നേതാക്കൾക്ക് BJPക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ച സംസ്ഥാന നേതാക്കൾ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വശം കൂടി വരുന്നുണ്ട്. അതല്ലെങ്കിൽ കെ സുരേന്ദ്രനെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കെ സുരേന്ദ്രൻ്റെ പ്രവർത്തനം BJPയെ സംബന്ധിച്ചോളം മികച്ച പ്രവർത്തനം തന്നെയായിരുന്നു. BJPയുടെ വോട്ട് ഷെയർ അധികം വർദ്ധിച്ചത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലയളവിലായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് BJPയുടെ പ്രവർത്തനത്തിൽ കെ സുരേന്ദ്രൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ള നേതാക്കളുടെ ഇടപെടൽ അത്ര പോരാ എന്നൊരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിന് വന്നതുകൊണ്ടാകണം. അത്തരത്തിലൊരു മറുവശം കൂടെ ചിന്തിച്ചു പോകണമല്ലോ രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം ഏകപക്ഷീയമായി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തുള്ള നേതാക്കളെ ഇവരിനി എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുക? കാരണം അതൃപ്തി നേരത്തെ തന്നെ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന BJPക്കുള്ളിൽ. അത് രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഓരോരുത്തരും ആ അധ്യക്ഷ കസേരയിലേക്ക് എത്താൻ വേണ്ടി കുപ്പായം തയ്ച്ചു തുടങ്ങിയ കാലത്ത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചേരിവിരുദ്ധ പരാമർശങ്ങളും പരസ്പരമുള്ള പോരടികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വേർപെട്ട് നിൽക്കുന്ന, പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേതാക്കൾ ഇനി എവിടെയായിരിക്കും സംസ്ഥാന BJPയിൽ പ്ലേസ് ചെയ്യുക? കാരണം രാജീവ് ചന്ദ്രശേഖർ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീം എന്തായാലും ഉണ്ടാവുമല്ലോ. വലിയ ഒരു മാറ്റം BJPക്കുള്ളിൽ എന്തായാലും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യും. പ്രവർത്തകർക്കിടയിലുള്ള ആശങ്കയും അതുതന്നെയാണ്. കേരളത്തിൽ സജീവമല്ലാതിരുന്ന, കേരള രാഷ്ട്രീയത്തെപ്പറ്റി കൂടുതലൊന്നും അറിയാത്ത ഒരാളെയാണ് നിലവിൽ സംസ്ഥാന പ്രസിഡന്റാക്കി ദേശീയ നേതൃത്വം ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കളെ മാറ്റി നിർത്തി എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ആശങ്ക തന്നെയാണ് പ്രവർത്തകരും പങ്കുവെക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ ഒരു പൊതുവികാരം എന്തെന്നാൽ ഈ കൃത്യമായ ഇടപെടൽ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ രാഷ്ട്രീയപരമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകളിൽ സുരേന്ദ്രൻ 5 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയായിരുന്നു. 3 വർഷം കഴിയുമ്പോഴാണ് ഈ പ്രസിഡന്റ് സ്ഥാനം മാറുന്നത്. പക്ഷേ കോവിഡും ഒക്കെ വന്നു, അതിനുശേഷം തിരഞ്ഞെടുപ്പ് വന്നു. അതിൻ്റെയൊക്കെ ഒരു കൂടുതൽ കാലം കെ സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞു. 5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രവർത്തകർക്ക് ഉള്ളത്. കാരണം വോട്ട് വിഹിതം ഏകദേശം 20% വർദ്ധിപ്പിക്കാൻ, 11-ൽ നിന്ന് 20-ലേക്ക് വർദ്ധിപ്പിക്കാനൊക്കെ സുരേന്ദ്രൻ്റെ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഈ നേതാക്കളുടെയൊക്കെ വലിയ തരത്തിലുള്ള പങ്ക് ഈ വോട്ട് ശതമാനത്തിലെ വർധനവിൽ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ അവർ മത്സരിച്ചിടത്തൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആളാണ്. അങ്ങനെ MT രമേശ് ആണെങ്കിൽ സംഘടനാ രംഗത്ത് RSSുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ആൾ കൂടിയാണ്. അങ്ങനെയുള്ള നേതാക്കൾ ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എന്ന ഈ ഒരു വ്യവസായിയെ, മുൻ കേന്ദ്രമന്ത്രി എന്ന പദത്തിനപ്പുറം BJPയിൽ വലിയ റോളൊന്നുമില്ലാതിരുന്ന ഒരാളെ, കേരള രാഷ്ട്രീയം തീരെ അറിയാത്ത ആളെ, RSSുമായി ഒരു ബന്ധവുമില്ല, RSSൻ്റെ സംഘടനാ രീതി പോലും കൃത്യമായി അറിയാത്ത ഒരാളെ എന്തിന് സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ നമ്മൾ ഈ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ പറയുമ്പോഴും നേരത്തെ വലിയ വിഭാഗീയത ഉണ്ടായ കാലത്താണ് BJPയും RSSും ചേർന്ന്, ദേശീയ നേതൃത്വങ്ങൾ ചേർന്ന് കുമ്മനം രാജശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ BJPയിൽ അന്ന് അംഗത്വം പോലും ഇല്ലാത്ത നേതാവായിരുന്നു കുമ്മനം രാജശേഖരൻ. ഹിന്ദു ഐക്യവേദിയുടെയും RSSൻ്റെയും നേതാവായി പ്രവർത്തിക്കുന്ന കാലത്താണ് കുമ്മനം രാജശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി
കൊണ്ടുവരുന്നത്. പക്ഷേ അതിനൊരു സംഘപാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യവും ഇല്ലാത്ത ആളെയാണ് നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പ്രസിഡന്റാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സംഘപരിവാർ പാരമ്പര്യമുള്ള RSSന്റെ നോമിനിയായിട്ടുള്ള കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു കേരളത്തിലെ ഒരു പൊളിറ്റിക്സ് എന്താണ് എന്നുള്ള കാര്യം മിനിമം എങ്കിലും അറിയാമായിരുന്നു കുമ്മനം രാജശേഖരന്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന് അതിൽ വലിയ അതൃപ്തി വരുന്നു. RSSനോട് വലിയ അതൃപ്തി കുമ്മനം രാജശേഖരന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴെവിടെ നിൽക്കുന്നു കുമ്മനം രാജശേഖരൻ എന്ന് തന്നെ നമ്മൾ കണ്ടറിയുന്നുണ്ടല്ലോ. തീർച്ചയായും അതുതന്നെയാണ്. കാരണം ആ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായ കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നായിരുന്നു RSSും BJPയും കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ തുരത്തി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന വിധത്തിൽ മിസോറമിലേക്ക് ഗവർണറായി പറഞ്ഞേക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇവിടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം, ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിപ്പോയിരുന്ന ഒരാളെ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറ്റി എന്തെങ്കിലും ഒരു പോസ്റ്റ് നൽകണമല്ലോ എന്ന കാരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ മിസോറാമിലെ ഗവർണറായി അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏത് പദവി നൽകും? കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന് മുകളിലുള്ള പോസ്റ്റ് നൽകണമെങ്കിൽ അത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. നിലവിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ എന്തായാലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് വി മുരളീധരൻ. അദ്ദേഹത്തിന് ആ പോസ്റ്റ് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാലം BJPയെ സംസ്ഥാനത്ത് നയിച്ച കെ സുരേന്ദ്രൻ ഏത് തരത്തിലുള്ള പോസ്റ്റിലേക്ക് എത്തും എന്ന കാര്യത്തിലാണ് നിലവിൽ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് വിഹിതത്തിൽ ഉൾപ്പെടെ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞ നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ. ആ കെ സുരേന്ദ്രനെ പൂർണ്ണമായും തഴഞ്ഞു. ഒരുപക്ഷേ ഈ രണ്ടാം ടേമിലും കെ സുരേന്ദ്രൻ തന്നെ അവസരം നൽകും എന്നായിരുന്നു ഈ BJP പ്രവർത്തകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം കെ സുരേന്ദ്രൻ തുടരട്ടെ എന്ന അഭിപ്രായമൊക്കെ BJP പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത്. അവസാന മണിക്കൂറുകളിൽ പോലും ഈ നേതാക്കൾക്കാർക്കും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി എത്തും എന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ കോർ കമ്മിറ്റിയിൽ പ്രകാശ് ജാവ്ദേക്കർ ഇത്തരത്തിലുള്ളൊരു തീരുമാനം വെച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ ഉള്ള ഞെട്ടലൊക്കെ നേതാക്കൾക്ക് ഉണ്ടാകുന്നത്. പക്ഷേ നേരത്തെ തന്നെ നമുക്കൊക്കെ മനസ്സിലായത് കോർ കമ്മിറ്റി അംഗം അല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ നേരത്തെ തന്നെ, അതായത് മറ്റ് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുന്നതിനൊക്കെ നേരത്തെ മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ യോഗം നടക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ നൽകിയതാണ് രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ പ്രസിഡന്റാകാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെ ഒരു അഭ്യൂഹമാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ഇന്നലെ വാർത്ത നൽകിയതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ്, മിനിറ്റുകൾക്കകമാണ് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കിയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നുവെന്ന് അവസാന മണിക്കൂറുകളിലാണ് ഈ നേതാക്കൾക്ക് ഒക്കെ മനസ്സിലായത്. അത് പ്രകാശ് ജാവ്ദേക്കർ ഈ വിഷയം ഈ തീരുമാനം അറിയിച്ചപ്പോഴാണ്. എന്തായാലും ആ യോഗത്തിലേക്ക് പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം മുതിർന്ന മറ്റ് നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ ആയ ജോർജ് കുര്യനെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയെയും വിളിച്ചു വരുത്തി. അങ്ങനെ സുരേഷ് ഗോപിക്കും ഇക്കാര്യത്തിൽ ഒരു കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം വെച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ വി മുരളീധരൻ, അതുപോലെ തന്നെ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പക്ഷങ്ങൾ പല തരത്തിലുള്ള വിഭാഗീയമായി നിൽക്കുന്ന പക്ഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് മറ്റൊരു പക്ഷമായി കെ സുരേന്ദ്രൻ്റെ വിഭാഗം വി മുരളീധരൻ വിഭാഗത്തിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ട് വരുന്ന കാഴ്ച അവസാന ഘട്ടത്തിലൊക്കെ കണ്ടിരുന്നു. ഇനി ഇവരുടെ ഗ്രൂപ്പുകൾക്ക് പുറമെ ഈ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പ് കൂടി BJPയിൽ സജീവമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഈ നിലവിൽ മറ്റ് ഗ്രൂപ്പുകളിലുള്ള നേതാക്കളെ ലക്ഷ്യമിടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ മുതിർന്ന പല നേതാക്കളുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തും എന്നൊക്കെയുള്ള നേരത്തെയുള്ള കാഴ്ചപ്പാട് BJPയിലെ ഈ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊരു സംസ്ഥാന പ്രസിഡന്റ് പദം പിടിക്കാനുള്ള നീക്കമുണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം ആയിരുന്നു എന്നാണ് അവർ തന്നെ, പെട്ടെന്ന് അറിഞ്ഞ ഒരു തീരുമാനം എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതിനുള്ള നീക്കം, ചരടുവലി നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വമായും ഒപ്പം തന്നെ സംസ്ഥാനത്തും നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം 11 മണിയോടുകൂടി രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രഖ്യാപിക്കുക. മുതിർന്ന
മുതിർന്ന ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം കെ സുരേന്ദ്രൻ്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ടാകും. എന്തായാലും 5 വർഷത്തിന് ശേഷം കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ടാകും. ഒപ്പം തന്നെ പുതിയ പ്രസിഡന്റിൻ്റെ പ്രസംഗമുണ്ടാകും. അതിനുശേഷം ആയിരിക്കും പുതിയ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും ചേർന്ന് മാധ്യമങ്ങളെ കാണുക. വിനിഷ. വിജിൻ നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും താഴെത്തട്ടിലുള്ള BJP പ്രവർത്തകന് പോലും ഒരു BJP-കാരൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരിചയപ്പെട്ടു തുടങ്ങിയത് നാളുകൾക്ക് മുൻപ് മാത്രമാണ്. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയം എടുത്തു നോക്കിയാൽ വെറും 11 മാസം മാത്രമാണ്. ഏറ്റവും അവസാനമായി BJP-യിലേക്ക് എത്തിയ ആൾ എന്ന് വേണമെങ്കിൽ പറയാം രാജീവ് ചന്ദ്രശേഖരനെ. അത്തരത്തിൽ ഒരു രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വേരുറപ്പിക്കാൻ BJP നോക്കുമ്പോൾ BJP പറഞ്ഞു വെച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് BJP-ക്ക് ലഭിക്കണം, 25% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ അതിനാകുമോ രാജീവ് ചന്ദ്രശേഖരന് എന്നാണോ ഇവർ പറയുന്നത്? നേരത്തെ മോദി മന്ത്രിസഭയിൽ തന്നെ മന്ത്രിയാക്കിയില്ല എന്ന് കണ്ട ഉടനെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തിരുന്നു, ഞാൻ എൻ്റെ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എന്ന് ട്വീറ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വന്നതുകൊണ്ടാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ ആ ട്വീറ്റ് പിൻവലിച്ചത്. അത്തരത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ മുന്നോട്ട് വെച്ച കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നിയമസഭയിൽ 10 സീറ്റ് പിടിക്കാം, 25% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണോ ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നത്? വിനിഷ, ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് നിർണായകം തന്നെയാണ്. കഴിഞ്ഞ തവണ നേടിയ 20% വരുന്ന വോട്ട് വിഹിതത്തിൽ വർധനവ് ഉണ്ടാക്കാതെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ വലിയ പരാജയമായിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് ഇഷ്ടപ്പെടാത്ത നേതാക്കൾ അങ്ങനെയൊരു ശ്രമം നടത്തുമോ എന്ന ആശങ്കയൊക്കെ രാജീവ് ചന്ദ്രശേഖരനും സംഘത്തിനും നിലവിലുണ്ട്. കാരണം വോട്ട് വിഹിതം ഇത്ര വർദ്ധിപ്പിച്ചത് തങ്ങളുടെ കാലത്താണ് എന്ന് അവകാശപ്പെടാനും ഇങ്ങനെ ഒരു കൺസ്റ്റൻ്റായി വർധനവ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിൽ നിന്ന് പിന്നോട്ട് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ മാറുന്നു എന്നുള്ള ചർച്ചയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടാക്കാൻ ഒക്കെയുള്ള ശ്രമം ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയായിരിക്കും വലിയ കടമ്പയായി എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നിലവിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം. മറ്റ് നേതാക്കൾക്കും ഇത് നിർണായകമാണ്. കാരണം ഈ വിയോജിപ്പുള്ള നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ പാലം വലിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും. പലതരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ചിലയിടങ്ങളിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലത്തിലൊക്കെ കണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു വോട്ട് മറിക്കൽ ഒക്കെ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും അവരത് ചെയ്യുകയും ചെയ്തതാണ്. എന്തായാലും ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാകും ആദ്യത്തെ ഒരു പ്രധാന കടമ്പ എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ 2 തെരഞ്ഞെടുപ്പുകളിലും നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ വോട്ടിംഗ് ശതമാനത്തിന് ഒപ്പം നിന്നാലും രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന് അതിലപ്പുറം ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചർച്ച ഉൾപ്പെടെ ഉയർന്നു വരും. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 1% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന് മുമ്പിലുള്ള വലിയ വെല്ലുവിളി. അതിനുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ രാജീവ് ചന്ദ്രശേഖറിന് എന്നുള്ളതാണ് BJP രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വിനിഷ. ശരി വിജിൻ, ഏതായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വരും.